നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതിം വ്യാസം തതോ ജയമുദീരയേത്. എല്ലാവർക്കും നമസ്കാരം. നാരദീയ മഹാപുരാണം പൂർവഭാഗം 1-ാം പാദം 18-ാമത്തെ അധ്യായം ലക്ഷ്മി നാരായണ വ്രതം. അടുത്തു പറയാൻ പോകുന്നത് സർവപാപഹരവും സർവദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതും ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ, സ്ത്രീകൾ എന്നിവർക്കെല്ലാം ചെയ്യാവുന്നതുമാണ്. ഏതാഗ്രഹവും അത് സാധിച്ചു തരും. എല്ലാ വ്രതത്തിൻ്റെയും ഫലം അതുകൊണ്ട് കിട്ടുകയും ചെയ്യും. ദുസ്വപ്നത്തെ ഇല്ലാതാക്കുന്നതും ദുഷ്ടാഗ്രഹങ്ങളെ ദൂരെ കളയുന്നതുമായ ഈ പൂർണിമാവ്രതം എല്ലാ ലോകങ്ങളിലും പ്രസിദ്ധവുമാണ്. മാർഗശീർഷത്തിലെ വെളുത്ത പൗർണമിയിലാണ് അത് നടത്തുന്നത്. രാവിലെ പല്ല് തേച്ച് കുളിച്ച് വെളുത്ത വസ്ത്രമുടുത്ത് മൗനവ്രതം ആചരിച്ചുകൊണ്ട് നാരായണനെ സ്മരിച്ച് പതിവ് ദേവപൂജ ചെയ്യുക. ലക്ഷ്മി നാരായണനെ മനസ്സിൽ ധ്യാനിച്ച് വീണ്ടും ഭക്തിയോടെ പൂജിക്കണം. നമോ നാരായണായ എന്ന് ജപിച്ചുകൊണ്ടിരിക്കണം. ഗീതം, വാദ്യം, നൃത്തം, പുരാണപാരായണം, സ്തോത്രം എന്നിവയെല്ലാം പൂജയ്ക്കായി ഉപയോഗിക്കാം. ദേവന്റെ മുമ്പിൽ ഹരഗ്നിവൽപ്പത്തിൽ ഒരു ഉയർന്ന പീഠമുണ്ടാക്കി ഗ്രഹ്യസൂത്രപ്രകാരം അതിൽ അഗ്നി ജ്വലിപ്പിക്കുക. പുരുഷ സൂക്തം ആദ്യഭാഗം കഴിയുന്നതുവരെ ചൊല്ലി ചരു, എള്ള്, നെയ്യ് എന്നിവ ഹോമിക്കണം. ഹോമം 1, 2, 3 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. വിധി അനുസരിച്ച് പ്രായശ്ചിത്ത കർമ്മങ്ങളും ചെയ്ത് ഹോമം അവസാനിപ്പിച്ച് ശാന്തി സൂക്തം ചൊല്ലണം. വീണ്ടും ദേവന്റെ അടുത്ത് വന്ന് പൂജ ചെയ്യണം. പൗർണമാസിയിൽ ഉപവാസമനുഷ്ഠിച്ച് അടുത്ത ദിവസം ഞാൻ ഭക്ഷണം കഴിക്കുകയാണ് എന്ന് ദേവനോട് പറയണം. വെളുത്ത പൂക്കളും അക്ഷതവും കയ്യിലെടുത്ത് മുട്ടുകുത്തി നിന്ന് ചന്ദ്രന് സമർപ്പിക്കണം. പാലാഴിയിൽ നിന്നുണ്ടായ അത്രിമഹർഷിയുടെ കണ്ണുകളിൽ നിന്നുണ്ടായ രോഹിണി നായക, ഈ പൂജ സ്വീകരിച്ചാലും കിഴക്കോട്ട് തിരിഞ്ഞു നിന്ന് ഇന്ദുവിനെ വണങ്ങി നമ ശുക്ലാംശവേ തുഭ്യം ദ്വിജരാജായതേ നമ രോഹിണി പതയേ തുഭ്യം ലക്ഷ്മി ഭ്രാത്രേ നമോസ്തുതേ എന്ന് ചൊല്ലണം. അന്ന് പുരാണങ്ങൾ കേട്ട് ഉറങ്ങാതെ ഇരിക്കണം. ദുഷ്ടജനങ്ങളുമായി സംസർഗം കൂടാതെ അന്ന് ശുദ്ധിയോടെ ഇരിക്കണം. പിറ്റേ ദിവസം രാവിലെ പതിവ് പോലെ ദേവവന്ദനം ചെയ്ത് ബ്രാഹ്മണ ഭോജനം നടത്തി ബന്ധുക്കളോടൊപ്പം മൗനിയായി ഭക്ഷണം കഴിക്കണം. ഇങ്ങനെ പൗഷം തുടങ്ങിയ മാസത്തിലും ചെയ്യണം. ഒരു വർഷം മുഴുവൻ ചെയ്ത് കാർത്തികയിലെ പൗർണമിയിൽ വ്രതം അവസാനിപ്പിക്കണം. സമചതുരത്തിൽ ഒരു മണ്ഡപമുണ്ടാക്കി കൊടികളും പൂക്കളും കൊണ്ട് അലങ്കരിച്ച് ദീപം, മണികൾ, കണ്ണാടി, ചാമരം, കലശം എന്നിവ ചുറ്റും വെച്ച് അതിന് നടുവിൽ സർവ്വതോപദ്രം വരച്ച് വെള്ളം നിറച്ച കുടവും വയ്ക്കണം. നല്ല പട്ടുവസ്ത്രം കൊണ്ട് കുടം മൂടി മുകളിൽ സ്വർണം, വെള്ളി, ചെമ്പ് ഇവയിൽ ഏതെങ്കിലും കൊണ്ട് ലക്ഷ്മി നാരായണ വിഗ്രഹം ഉണ്ടാക്കി വെക്കണം. പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം ചെയ്ത് ഭക്ഷണത്തിനുള്ള വക അർപ്പിക്കണം. അന്ന് ഉറങ്ങാതെ ഇരിക്കണം. അടുത്ത ദിവസം വിഷ്ണു പൂജ ചെയ്യുക. പ്രതിമ ദക്ഷിണയോടുകൂടി ആചാര്യന് കൊടുക്കണം. വിഭവമനുസരിച്ച് ബ്രാഹ്മണ പൂജനം നടത്തണം. കഴിവനുസരിച്ച് തിലദാനവും ചെയ്യണം. തിലഹോമവും ചെയ്യണം. സർവ്വലോകസുഖം നേടി വിഷ്ണു ലോകത്ത് എത്തും. ഇതോടുകൂടി 18-ാമത്തെ അധ്യായം അവസാനിച്ചു. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.